സൂറത്ത് മുജാദയിലെ 7-ാമത്തെ ആയത്ത്. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? 3 പേര് തമ്മിൽ യാതൊരു വിധത്തിലുള്ള രഹസ്യ സംഭാഷണവും നടക്കുന്നില്ല, 4-മനായിട്ട് അള്ളാഹു ഇല്ലാതെ. 5 പേരാണ് നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തുന്നതെങ്കിൽ 6-മനായിട്ട് അള്ളാഹു ഉണ്ടാകും. ഇനി അതിനേക്കാൾ കൂടിയാലും കുറഞ്ഞാലും ശരി, അള്ളാഹു അവരോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ ഒന്നും തന്നെ നടക്കുന്നില്ല. അള്ളാഹുവിൻ്റെ സദാ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകും. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നമ്മൾ ചെയ്തതിനെയൊക്കെ പറ്റി അള്ളാഹു നമുക്ക് വിവരം തരുന്നതിനാണ്. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നമ്മളൊക്കെ ഈ മൊബൈലിൽ നെറ്റ് വല്ലാതെ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ ഒരുപാട് സംഗതികൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഡാറ്റ എത്രയാണെന്ന് പോലും പലപ്പോഴും നമുക്ക് ധാരണ ഉണ്ടാകാറില്ല. ഒരുപാട് സംഗതികൾ നെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ യൂട്യൂബ്, വാട്സപ്പ്, ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മളിങ്ങനെ നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നു. അതിൻ്റെ GB-യോ കണക്കോ നമുക്കൊന്നും കണക്കാക്കാൻ പറ്റാത്തത്ര മില്യൺ കണക്ക് ഇതൊക്കെ വരുമെന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് ഒരു വലിയ കമ്പനി 1 മാസം ഉപയോഗിക്കുന്ന ഡാറ്റ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ മൊബൈലിൽ സാധാരണ നമ്മൾ റീചാർജൊക്കെ ചെയ്യുമ്പോൾ ഒരു 2 GB-യോ 3 GB ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. ഇത് തന്നെ നമ്മൾ ഒരു ദിവസം എത്രയാണ് നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്നത് നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ മൊബൈലിൽ ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഡാറ്റകൾ ഉണ്ടല്ലോ, എവിടെയാണോ നമ്മൾ കയറി പരിശോധിക്കുന്നത്, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, അതൊക്കെ ഈ ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കമ്പനികൾ. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാറിനെ കുറിച്ചിട്ട് അതിൻ്റെ വിലയും നിലവാരവും കാറ് വാങ്ങാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതാണ് ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊബൈലിൻ്റെ ആ ഇൻ്റർ ഫ്രെയിമിൽ എപ്പോഴും പിന്നെ കാറുകളെ കുറിച്ചിട്ടും അതിൻ്റെ നിലവാരത്തെ കുറിച്ചിട്ടും ആയിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തടി കുറക്കാനായിട്ട് ഞാൻ വെറുതെ എടുത്ത് ഇപ്പം തടിയുള്ളൊരു മനുഷ്യനാണ്, എങ്ങനെ ഈ തടി കുറക്കാന്നുള്ള ഒരുപാട് സംവിധാനങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ടല്ലോ. എൻ്റെ മൊബൈലിൽ ഇപ്പം എടുത്തു നോക്കിയാൽ എങ്ങനെ തടി കുറക്കാം എന്നാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ടല്ല, ഇവരിത് എങ്ങനെ അറിയുന്നു? ഞാൻ എപ്പോഴോ ഒരു പ്രാവശ്യം അതിനെക്കുറിച്ച് നടത്തിയ ഒരു സെർച്ച്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കമ്പനികളും ഈ ഡാറ്റ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അറിയുകയും നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് വിവരം തരികയും ചെയ്യുന്ന തരത്തിൽ നമ്മുടെ നെറ്റുകൾ, നമ്മുടെ വൈഫൈകൾ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണ് ഈ മൊബൈലിലൂടെ അന്വേഷണം നടത്തുന്നത് എന്ന് ഈ എല്ലാ കമ്പനികളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ ചോദിക്കാതെ തന്നെ പറഞ്ഞു തരുന്നത് മാതിരി ഓരോ ഡാറ്റകളും വലിയൊരു ബിഗ് ഡാറ്റ സംവിധാനത്തിലൂടെ ഇപ്പൊ ചില വീഡിയോകളൊക്കെ എടുത്ത് നമ്മൾ കാണുമ്പോൾ ചില നിരോധിത വീഡിയോകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ഉടനെ വാണിംഗ് വരും, ഇത് അഡൽട്ട് പ്രായപൂർത്തിയായവർ മാത്രം കാണേണ്ടതാണ്, നിങ്ങൾ പ്രത്യേകമായി നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഡാറ്റ സംവിധാനങ്ങളൊക്കെ വിടുക. ഈ CCTV-യുടെ കാലമാണല്ലോ. എന്താണ് അവിടെ ഇങ്ങനെ അതിൻ്റെ അടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്? യു ആർ അണ്ടർ സർവൈലൻസ്, നിങ്ങൾ നിരീക്ഷണത്തിലാണ്. പ്രത്യേകിച്ച് പോലീസ് ക്യാമറകൾ വാഹനത്തിലൂടെ സ്പീഡിലൂടെ നമ്മൾ ഇങ്ങനെ ഓടിച്ച് പോകുമ്പോഴും ആ ഒരു നിരീക്ഷണ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും? പതുക്കെ ബ്രേക്ക് ഒന്ന് കാല് വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യും. നമ്മൾ ഭയപ്പെടുന്നു.
നമ്മൾ നിരീക്ഷിക്കപ്പെടുന്നത്, അറിയാത്തത് നമ്മൾ അതിൽ പെട്ടുപോവുകയും, അങ്ങനെയാണല്ലോ കള്ളന്മാരെയൊക്കെ പിടിക്കുന്നത്. പല ക്യാമറകളും ഒക്കെ വെച്ചിരിക്കുന്നത് അറിയാത്തത് കൊണ്ട് അവർ ചെയ്യുന്ന കൃത്യങ്ങൾ അവർ അറിയുന്നു, അവർ പിടിക്കപ്പെടുന്നു. ഇത് അറിഞ്ഞില്ലെങ്കിലോ, അല്ല ഇത് അറിയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ ബോധവാന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ് സംവിധാനം വഴി നമ്മെ മൊത്തം ഒപ്പിയെടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ നിലവിലുണ്ട്. ആരാണ് ഈ സംവിധാനം ഉണ്ടാക്കിയത്? നമ്മൾ തന്നെ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അറിയാതെ നമ്മെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ രാഷ്ട്രങ്ങൾക്ക് ചാരക്കണ്ണുകളുണ്ട്. ഇപ്പൊ ഇസ്രായേല് തന്നെ പറഞ്ഞിരുന്നത് ഞങ്ങൾ അറിയാത്തതായി ഒന്നുമില്ല എന്നാണ്. അത് വെറും അവരുടെ ഒരു കളവ് മാത്രമായിരുന്നു. അത് വേറൊരു വർത്തമാനം. എന്തായാലും ഇവിടെയുള്ള രാഷ്ട്രങ്ങൾ, സംവിധാനങ്ങൾ എല്ലാം ഒരു ചാരക്കണ്ണുകൾ. ഇപ്പൊ ഡാറ്റകൾ പലതും ചോരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രങ്ങളൊക്കെ ഭയാശങ്കകളല്ലേ? എങ്ങനെ ഇതിന് കഴിയുന്നു? നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഗതി വെച്ച് അതിന് കഴിയുന്നു അല്ലേ? ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. ഈ പ്രപഞ്ചം ഇത്ര കൃത്യമായി സംവിധാനിച്ചുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ അതിന്റെ കൃത്യത അടയാളപ്പെടുത്താനും നോക്കി വീക്ഷിക്കാനും ഒരു നിരീക്ഷകൻ ആവശ്യമില്ലേ? ഈ ഒരു ചെറിയ നമ്മുടെ മനുഷ്യനിർമ്മിതമായ സംവിധാനത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ് എങ്കിൽ, ഈ CCTVയും എത്തരത്തിലുള്ള നിരീക്ഷണങ്ങളെയും നമ്മൾ ഭയപ്പെടുന്നതെങ്കിൽ, എല്ലാം അറിയുന്ന എന്ന് പറയുന്ന എല്ലാം അറിയുന്ന ഈ സൃഷ്ടാവായ അല്ലാഹു, മുദബ്ബിറായ, ഹാലിക്കായ, മാലിക്കായ, ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സൃഷ്ടാവ്, ഇതൊന്നും അറിയുന്നില്ല എന്നാണോ നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? ചെറിയൊരു ക്യാമറ നിരീക്ഷണത്തെ ഭയപ്പെടുന്ന നമ്മൾ എന്തുകൊണ്ടാണ് ഈ മലിക്കിൽ ഖുദ്ദൂസി സലാമുൽ മുഅ്മിനിൽ മുഹൈമിനിൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാശക്തിയുടെ നിരീക്ഷണത്തെ നാം വിസ്മരിച്ചു കളയുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മളെ ഇങ്ങനെ ഒപ്പിയെടുക്കുന്ന ഒരു നിരീക്ഷകൻ, ഈ റഖീബ് അതീദ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തന്നെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിന്റെ തന്നെ വിശേഷണമാണ് എന്ന അഭിപ്രായമുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുണ്ട്. ഇനി അതെല്ലാം നമ്മെ നിരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഏർപ്പാട് ചെയ്ത 2 മലക്കുകളാണ് എന്നും അഭിപ്രായമുണ്ട്. എന്നല്ല, അള്ളാഹു മലക്കുകളെ തന്നെ നമ്മെ നിരീക്ഷിക്കുവാൻ വേണ്ടിയും അത് രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും അള്ളാഹു ഇങ്ങോട്ട് അയച്ചു വെച്ചിട്ടുണ്ട്. ഈ നിരീക്ഷണങ്ങളിൽ നിന്ന് മുക്തമായിക്കൊണ്ട് ഒരിക്കലും നമുക്കിവിടെ നിലനിൽക്കുവാൻ നമുക്കൊരു സംഗതി, ഒരു ചെറിയ ഇല പോലും ഇവിടെ അള്ളാഹു അറിയാതെ വീഴുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സവിശേഷ ഗുണമായിട്ട് പറയുന്നത് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഈ റഖീബ് എന്ന ഗുണം, നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഗുണം, വകാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ റഖീബ. എല്ലാത്തിലും അള്ളാഹുവിന്റെ ഒരു കണ്ണുണ്ട്. ഈ കണ്ണിനെ വെട്ടിച്ചുകൊണ്ട് നമുക്കൊരു സംഗതിയും ചെയ്യുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇദാ മാ ഹലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഹലൗത വലാകിൻ കുൽ അലയ്യ റഖീബു. എപ്പോഴെങ്കിലൊക്കെ നമ്മളിങ്ങനെ ഒറ്റക്കാവാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കാറുണ്ട്, ഞാനിപ്പോ ഒറ്റക്കാണ്, ആരുമില്ല, ആരും കാണുന്നില്ല, എൻ്റെ മക്കള് കാണുന്നില്ല, ഭാര്യ കാണുന്നില്ല, കൂട്ടുകാര് കാണുന്നില്ല, ഇനി CCTV സംവിധാനം തന്നെ ഇല്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും
നമ്മൾ ഓർക്കണം, ഹലൗത വലാകിൻ ഖുൽ അലയ്യ റഖീബു. ഇതിനേക്ക് മറികടക്കുന്ന ഇതൊന്നുമല്ലാത്ത നമ്മുടെ നിരീക്ഷണങ്ങൾക്കപ്പുറം മറ്റൊരു നിരീക്ഷണം, അല്ലാഹുവിന്റെ നിരീക്ഷണം നമ്മൾ അറിയാതെ നമ്മെ വലയം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. വലാ തഹ്സബന്നല്ലാഹ യുഫ്ഇലു മാ ഖലാ വലാ അൻ യഖ്ഫാ അലൈഹി യഗീബു. ആ നിരീക്ഷകനുണ്ടല്ലോ അല്ലാഹു, നമ്മളെക്കുറിച്ച് ഒരു നിമിഷം പോലും അശ്രദ്ധനല്ല എന്നുള്ളതാണ്. നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഈ CCTVയും ക്യാമറയും ഒക്കെ വേണമെങ്കിൽ ഒരു നിമിഷം അതിന് കേടുപാടുകൾ സംഭവിക്കാൻ ചിലപ്പോൾ ക്യാച്ച് ചെയ്തില്ല എന്ന് പറയാം. CCTVയെയും വെട്ടിച്ചുകൊണ്ട് മറികടക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയതിനെ നമ്മൾ മറികടക്കുന്നു. പല പോലീസ് ക്യാമറകളും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പടച്ചോന്റെ കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. വലാ തഹ്സബന്നല്ലാഹു യുഫ്ഇലു മാ ഖലാ വലാ അൻ യഖ്ഫാ അലൈഹി യഗീബു. അപ്പൊ അല്ലാഹ് ഇതൊന്നും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചുകൊണ്ടാകരുത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. സുമ്മ യുനബ്ബിഉകും ബിമാ അമിലു യൗമൽ ഖിയാമ. എന്നിട്ട് നിങ്ങൾ നമ്മളൊക്കെ ഈ ചെയ്ത സംഗതികളുണ്ടല്ലോ, അത് ഒരു നാൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. പിന്നെ ബാപ്പ മകനോട് പറയുന്നുണ്ടല്ലോ, ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എന്തുകൊണ്ട് പുതിയ തലമുറ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ള ഈ ഒരു ബോധം നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു, അല്ല നമുക്ക് തന്നെ നഷ്ടപ്പെട്ടു. നമ്മൾ നഷ്ടപ്പെട്ടപ്പോൾ, നമ്മൾ വിസ്മരിച്ചപ്പോൾ നമ്മുടെ തലമുറയും അത് വിസ്മരിച്ചു പോവുകയാണ് ചെയ്തത്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഹർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീസ് സമാവാതി ഔ ഫിൽ അർദ് യഗ്തി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഏത് പാറക്കെട്ടിൽ ആരും കാണാത്ത അഗാധ ഗർത്തത്തിൽ ഉള്ളറകളിൽ, വീടിന്റെ ഉള്ളറകളിൽ, ഇരുട്ടറകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ നിരീക്ഷകൻ അതറിയാതെ പോകുന്നില്ല. നാളെ അള്ളാഹു അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നൊരു ദിനം വരാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോ ചുവടുകളും ആ നിരീക്ഷകന്റെ ഇഷ്ടത്തിനും തൃപ്തിക്കും എതിരായിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ നിരീക്ഷകൻ വെറും അള്ളാഹുവിന്റെ മാത്രം ഒരു നിരീക്ഷണമാണോ? അല്ല. എന്തൊക്കെ സംവിധാനങ്ങളാണ് അള്ളാഹു നമ്മുടെ ചെയ്തികളും പ്രവൃത്തികളും നിരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ലോകം അവസാനിക്കൂല ഒരു ദിവസം. ഈ ലോകം അവസാനിച്ചുകൊണ്ട് നാളെ വരുമ്പോൾ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഇവിടത്തെ ഈ ഭൂമിയുണ്ടല്ലോ, ഈ ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങും. ഈ ഭൂമിയിൽ ചവിട്ടടി വെച്ച് നടന്നവൻ, അവിടെ അധർമ്മം ചെയ്തവൻ, അക്രമം ചെയ്തവൻ, അനാശാസ്യം ചെയ്തവൻ, ആരും അറിയാതെ ചെയ്തവൻ, നമ്മുടെ ഓരോ കാലടി പാതുകളും, ഇവിടെ നമ്മുടെ ഓരോ ശബ്ദങ്ങളും, ഈ ചുറ്റുപാടുണ്ടല്ലോ, ഈ ഭൂമിക അതിങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ട് ക്യാമറകളിലൂടെ, അള്ളാഹുവിന്റെ ആ നിരീക്ഷണങ്ങളിലൂടെ നമ്മെ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദങ്ങൾ പോലും, ഇപ്പോൾ പറഞ്ഞ ശബ്ദങ്ങൾ പോലും പിന്നീടൊരു നാളിൽ വേർതിരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ സൃഷ്ടാവ് അല്ലാഹുവിന് തന്റെ ഇവിടെ പതിഞ്ഞ ശബ്ദങ്ങൾ, കേട്ട ശബ്ദങ്ങൾ, ഇവിടുത്തെ ചെയ്തികൾ അതിനെ റീകളക്ട് ചെയ്യാൻ, വീണ്ടെടുക്കാൻ കഴിയില്ല എന്നാണോ നമ്മൾ വിചാരിച്ചിട്ടുള്ളത്? യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും മിമ്മാ കാനൂ യഅമലൂൻ. നമ്മുടെ നാവ്, നമ്മുടെ ഇപ്പോൾ നുണ പറഞ്ഞ നാവുണ്ടല്ലോ, നമ്മളിപ്പോൾ സംസാരിച്ച് കള്ളം പറഞ്ഞ നാവ്, നമ്മൾ അധർമ്മം ചെയ്ത കൈ, തെറ്റായ കാര്യങ്ങളിലേക്ക് നടന്നുപോയ നമ്മുടെ കാലുകൾ എല്ലാം നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വന്നിട്ട് സാക്ഷി പറയും.
നമ്മളറിയാത്ത നിരീക്ഷണങ്ങൾ. നമ്മുടെ കൈ നമ്മുടെ ക്യാമറയാണ്, നമ്മുടെ നാവ് നമുക്കെതിരെയുള്ള ക്യാമറയാണ്, നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് എന്റെ സ്വന്തമല്ലേ, ഞാൻ നോക്കി, ഞാൻ നല്ല എക്സർസൈസ് ചെയ്തു, ജിമ്മിന് പോയി, ആ ബോഡി ലാംഗ്വേജ് ഒക്കെ കറക്റ്റ് ആക്കി, അതിന്റെ എല്ലാ ആരോഗ്യം നിലനിർത്തി, സുന്ദരമായ വസ്ത്രം ധരിപ്പിച്ചു, അതിന്റെ എല്ലാവിധ ക്രീമിൽ എന്തൊക്കെയാണ് ശരീര സൗന്ദര്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ ക്രീം, മോയിസ്ചറിംഗ് ലോഷനൊക്കെ തേക്കൂലേ? നമ്മുടെ ഓരോ രോമകൂപങ്ങളും നാളെ നമ്മൾ സംരക്ഷിച്ച നമ്മുടേതെന്ന് കരുതി കൊണ്ടു നടന്ന നമ്മുടെ ശരീരത്തിന്റെ ഓരോ രോമങ്ങളും ചർമ്മങ്ങളും നമ്മൾ ചെയ്തതിനെ കുറിച്ചിട്ട് നമ്മുടെ കേൾവിയുണ്ടല്ലോ, എന്തൊക്കെയാണ് കേട്ടത്, അങ്ങനെ കേട്ടില്ല എന്ന് പറയാൻ പറ്റൂല. ഞാനത് കേട്ടിട്ടില്ല അല്ലെ നമ്മൾ പറയാറ്, എനിക്കറിഞ്ഞൂടാ, ഞാൻ കേട്ടില്ല. നമ്മൾ കേട്ടില്ല എന്ന് നമ്മുടെ ചെവി കൊണ്ട് കേട്ടത് കേട്ടില്ല എന്ന് നാവ് കൊണ്ട് പറയുമ്പോ നാളെ അവിടെ പരലോകത്തിൽ ചെവി പറയും, നാവേ നുണ പറയല്ലേ, ഞാനല്ലേ എന്റെ ചെവി കൊണ്ട് കേട്ടത്, വാബുസാറുഹും എന്റെ കണ്ണുകൊണ്ടല്ലേ ഞാൻ കണ്ടത്. കണ്ടില്ല എന്നോ? എന്താണ് സായിവേ ഈ പറയുന്നത്? ഞാൻ കണ്ടതല്ലേ. വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ, നമ്മുടെ ചർമ്മങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയും. നമ്മൾ അത്ഭുതപ്പെടും. കാലൂലി ജുലൂദിഹിം ലിമാ ശഹീദ്തും അലൈന, എന്താണ് നമ്മൾ ചർമ്മത്തോട് ചോദിക്കുന്ന, എന്താണ് ചർമ്മമേ, തൊലിയെ എനിക്കെതിരെ സാക്ഷി പറയുകയോ? നിന്നെ ഞാൻ എങ്ങനെ കൊണ്ടു നടന്നതാ? ചുക്കിച്ചുളിയാതിരിക്കാൻ പ്രായമായിട്ടും എന്റെ ചർമ്മത്തിന്റെ യൗവനം നിലനിർത്താൻ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ഞാൻ കൊണ്ടു നടന്ന എന്റെ സൗന്ദര്യം, എന്റെ ചർമ്മം നീ എനിക്കെതിരായിട്ട് സാക്ഷി പറയുകയാണ്. ഇങ്ങനെ നമ്മെ അല്ലാഹു എപ്പോഴും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വലാകിൻ ലനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ വിചാരിച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നതൊന്നും അള്ളാഹു അറിയുന്നില്ല എന്ന് വിചാരിച്ചു വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നാളെ വരെ കുറച്ച് സമയം നൽകി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ നമുക്ക് ജീവിത ലക്ഷ്യം നൽകിക്കൊണ്ട് നമ്മെ ജീവിക്കാൻ അള്ളാഹു നൽകിയ അവസരത്തെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അവിടെ നമുക്ക് അബദ്ധം സംഭവിക്കുവാൻ പാടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനികമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് നാളത്തെ പരലോക വിശ്വാസം. നമ്മൾ ഇഹലോകത്ത് ജീവിക്കുന്നത് എല്ലാം അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സംവിധാനങ്ങളിലൂടെ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ട് നാളെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു നാളിൽ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ വലുതാണ് എന്ന് വെച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എതിരായി മാറാൻ പാടില്ല. ഈ ഓരോന്നും നമുക്ക് എതിരാവാതെ കണ്ട് നമുക്ക് അനുകൂലമായി മാറാൻ, അപ്പോഴാണ് നമ്മുടെ നാവ് ഓരോ ഹർഫിനും ഓരോ കോലി എന്ന് പറഞ്ഞില്ലേ ഖുർആൻ ഓതിയപ്പോൾ, ഓരോ സൽക്കർമ്മത്തിനും ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം. നമ്മുടെ ഓരോ ചവിട്ടടികളും നന്മയുടെ പാതകളായി മാറാൻ, നമ്മുടെ ഓരോ കർമ്മങ്ങളും ഓരോ ചെയ്തികളും നമ്മുടെ കൈകൾക്ക് അനുകൂലമായി മാറാൻ, പ്രതികൂലമായി മാറാതിരിക്കാൻ. അല്ലെ, പരദൂഷണം എന്ന വിഷയം പറഞ്ഞല്ലോ, പരദൂഷണം പറയുമ്പോൾ അത് കേൾക്കാതിരിക്കാനെങ്കിലും ഉള്ളൊരു മര്യാദ. തന്റെ സഹോദരനെ പറ്റി പരദൂഷണം പറയുമ്പോൾ അത് കേൾക്കാതിരിക്കാനുള്ള മര്യാദ. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ചെവികൾ സാക്ഷ്യം വഹിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വരും. അപ്പൊ നമ്മുടെ ജീവിതം നമുക്ക് അനുകൂലമായി മാറണം. ഈ ലോകത്തെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ലോകത്ത് നന്മ പ്രസരിക്കുന്ന ജീവിതം നയിച്ചുകൊണ്ട് നാളെ ആ നിരീക്ഷകന്റെ തൃപ്തിക്കനുസൃതമായി ചെന്നുകൊണ്ട് അവിടെ നമുക്ക് പ്രതിഫലം വാങ്ങിയെടുക്കലാണ്. ഈ ഒരു നിരീക്ഷകനെ മറികടന്നുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇത് നമ്മുടെ ജീവിത ലക്ഷ്യത്തിന്റെ അടിസ്ഥാനമായിട്ട് മാറണം. ഈ ഒരു നിരീക്ഷകനെ ഭയപ്പെടുമ്പോൾ, ഓർക്കുമ്പോൾ നമുക്കിവിടെ തെറ്റ് ചെയ്യാൻ തോന്നുകയില്ല, അധർമ്മം ചെയ്യാൻ തോന്നുകയില്ല.
ഇതാണ് മുത്തഖി എന്ന് പറയുന്നത്. നമ്മുടെ തഖ്വ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. എന്താണ് തഖ്വ എന്ന് പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ, മുള്ളു നിറഞ്ഞ വഴിയിൽ ആ മുള്ളു കാലിൽ തറക്കാതെ എങ്ങനെയാണോ നമ്മൾ സൂക്ഷ്മതയോടുകൂടി നടക്കുക? ഒരു നിരീക്ഷകനുണ്ട് എന്ന അർത്ഥത്തിൽ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, വഴിപ്പെടലാണ്, അല്ലാഹുവിന് അനുസൃതമായി ജീവിക്കലാണ്. എൻ്റെ ജീവിതശീലങ്ങൾ അല്ലെ, ജീവിതശീലങ്ങൾ എന്ന് പറയാറില്ല നമ്മൾ, ഹാബിറ്റ്. കോപം അത് മൂപ്പരൊരു സ്വഭാവമാണെന്നാ പറയാ അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ പറയാ. ചില ദുസ്വഭാവങ്ങളൊക്കെ പറയുമ്പോൾ അത് മൂപ്പരൊരു ഹാബിറ്റാണ്. ഈ തെറ്റായ ജീവിതശീലങ്ങളെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുയോജ്യമാക്കി മാറ്റാൻ, അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഇബാദത്ത് ആർക്കായി മാറണം? അള്ളാഹുവിനാകണോ അതുല്ല ഇബ്ലീസിനാകണമോ? ഫഅ്ബുദല്ലാഹ് വലാ, അതുപോലെ നിങ്ങൾ പിശാചിന് വഴിപ്പെട്ടു പോകാൻ പാടില്ല. നമ്മുടെ ജീവിതശീലങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ സമ്പ്രദായങ്ങൾ, തെറ്റായ ശീലങ്ങൾ, ഒരു നിരീക്ഷകൻ ആ നിരീക്ഷകനെ മറികടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അവന്റെ തൃപ്തിക്ക് അനുയോജ്യമായി ജീവിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.